ഹായ് ഫ്രണ്ട്സ്, യമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലൊന്നുമല്ല, സാധാരണ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കന് 2 പാർട്സാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കുക. ചെറിയ ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ, ഒരുപാട് ചെറുതായി പോവരുത്. അപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക, മസാലയൊക്കെ ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം നന്നായിട്ട് ചതച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മന്തി മസാലയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഇനി 5 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കിൻ്റെ മാഗി ക്യൂബ്സ് വാങ്ങാൻ കിട്ടും, അത് 5 എണ്ണം ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി വെക്കുന്ന ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇത് നിരത്തി വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. മുകളിലായിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ ചിക്കന് വേവിച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ആകെ കൂടെ കുഴഞ്ഞു പോകും. അപ്പോൾ നിരത്തി വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കളർ ചേർക്കാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോകാൻ പാടില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. മന്തി സാധാരണ എരിവ് ഉണ്ടാവില്ല. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കണം. എങ്കിലേ നമ്മൾ റൈസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് കിട്ടൂലേ, അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുകൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഞാനിപ്പോൾ ഈ ചിക്കൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. പക്ഷെ മന്തിയിൽ എപ്പോഴും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കളറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കളറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. ഞാനിപ്പോൾ റൈസിൽ കുറച്ച് കളർ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ചിക്കനിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില, 1 പിടി പുതിന കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലാതെ ഞാൻ ഉണ്ടാക്കി നോക്കി, അപ്പോൾ ക്യാപ്സിക്കം ചേർത്തതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. 1 മണിക്കൂർ മിനിമം വെക്കണം. അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ 6 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് റൈസ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ റൈസ് ഒന്നും ഇതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നീളത്തിലുള്ള റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴുകിയിട്ട് 1/2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ സ്റ്റവിൽ വെക്കുക. സ്റ്റവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഈ ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ എണ്ണ തിളക്കാൻ തുടങ്ങും. ആ സമയത്ത് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വരണം. ഒരു 10 മിനിറ്റ് വരെ നമ്മൾ തുറക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൽ നിന്ന് എക്സ്ട്രാ വീണ്ടും ഓയിൽ ഇറങ്ങി വന്നിട്ടുണ്ടാകും. കാരണം നമ്മൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാത്തതുകൊണ്ട് ഒന്നുകൂടെ ഓയിലി ആയിട്ട് നമുക്കിത് കിട്ടും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 10 മിനിറ്റോളം വീണ്ടും വേവിച്ചെടുക്കുക.
അപ്പോൾ വീണ്ടും 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ, മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ആയി വരട്ടെ. അപ്പോൾ ഇത് മുക്കാൽ ഭാഗത്തോളം ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റേ സ്റ്റൗവിൽ വെച്ച വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പു, കുറച്ച് പട്ട, കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിലേക്ക് 2 ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂണോളം ചേർക്കുക. അപ്പോൾ റൈസ് ഒന്നും തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഈ ഓയിൽ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി 2 ഉണങ്ങിയ ചെറുനാരങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് ഒരു അരിപ്പയിലേക്ക് മാറ്റുക. അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം മാത്രം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വെള്ളത്തോട് കൂടെ ചേർത്താൽ അരി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് കിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് തിളച്ചാൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ബിരിയാണിക്കൊക്കെ വേവിച്ചെടുക്കുന്ന അത്രയും വേവണ്ട, ഒരു മുക്കാൽ ഭാഗത്തോളം ആയാൽ മതി. ആ സമയത്ത് തന്നെ നമുക്ക് ഇത് ഊറ്റിയെടുക്കുക. അപ്പോൾ ഇത് വെന്ത് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ സ്പൈസസ് ഒക്കെ ഇതിന് മുകളിലേക്ക് പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചോറിൽ ഈ പട്ടയും ഗ്രാമ്പും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുകയാണ്. ഈ ചോറ് ചിക്കൻ്റെ മുകളിലേക്ക് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ 5 മിനിറ്റോളം തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഊറ്റിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ അത്. അതുകൊണ്ട് ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ചിക്കൻ പഴയതുപോലെ തന്നെ തിരിച്ചു വിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വേവുന്നതിൻ്റെ ഒരുപാട് മുമ്പൊന്നും റൈസ് വേവിച്ച് വെക്കണ്ട. കാരണം ഇത് ചോറ് ചൂടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് ഈ ചോറിലേക്ക് കയറി പോവുള്ളൂ. ആ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചോറ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. റൈസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കളറായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ. അതിന് വേണ്ടി ഞാൻ യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞളിൽ കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി ചോറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഇറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. കുറേശ്ശെ ആയിട്ട് അവിടെ ഇവിടെ ഇറ്റിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മുടെ റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കരി കത്തിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ചിൻ്റെ സ്കിൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇറ്റിച്ച് കൊടുക്കുക. ഓയിൽ ഇറ്റിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കുക. ആ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. കാരണം ഈ അലുമിനിയം ഫോയിലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഓയിൽ ഇറ്റിച്ച് കൊടുത്താൽ മതി. കാരണം സ്മോക്ക് പുറത്ത് പോകരുത്. ആ സ്മോക്ക് മുഴുവനായിട്ട് റൈസിൽ മിക്സായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഫ്ലെയിം ഓൺ ചെയ്യുക. പിന്നെ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റോളം വീണ്ടും വെക്കുക. അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടും 5 മിനിറ്റ് ഓഫ് ചെയ്തിട്ടും ടോട്ടൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തുറന്ന് നോക്കാം. തുറക്കുന്ന സമയത്ത് പെർഫെക്റ്റ് മന്തിയുടെ നല്ലൊരു മണം വരും. അപ്പോൾ നമ്മുടെ റൈസ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഷെയ്ഡിലാണ് ഈ റൈസ് ഉള്ളത്. അപ്പോൾ കളർ ചേർത്തില്ല എന്നുണ്ടെങ്കിലും ഇത് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ റൈസ് വേവിച്ചെടുത്ത പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ അടിയിലാണല്ലോ ചിക്കൻ ഉള്ളത്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞു പോവാതിരിക്കാൻ റൈസ് അങ്ങ് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇതിലുള്ള ചിക്കൻ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചിക്കന് ഒരു ഗ്രിൽഡ് ടെക്സ്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പാന് ചൂടാക്കുക. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 3 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഗ്രില്ലായി കിട്ടും, കുറച്ചൊരു ഫ്രൈ പോലെ ആയി കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു ഭംഗിയായിരിക്കും ഇങ്ങനെ കാണാൻ. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റാം. ഇനി റൈസിന് മുകളിലായിട്ട് ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷണലാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കറക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. കാണാൻ ഇത് കുറച്ച് ഭംഗിയായിരിക്കും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ മന്തിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മന്തി നമുക്ക് പലതരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ചെയ്തതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്ത് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.